ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ എലിശ്ശേരി ഉണ്ടാക്കിയാലോ? മത്തങ്ങ എലിശ്ശേരി ഇല്ലാതെ എന്ത് സദ്യ? ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് മത്തങ്ങ എലിശ്ശേരി ഉണ്ടാക്കി നോക്കൂ. വീഡിയോയിലേക്ക് കിടക്കാം. ഒരു കുക്കറിൽ 1 കപ്പ് കുതിർത്ത് വെച്ച വൻപയർ എടുക്കുക. ഞാനിവിടെ 2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1.5 കപ്പ് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. വേവിക്കാൻ ആവശ്യമായ 2 കപ്പ് വെള്ളം ചേർക്കുക. നന്നായി ഇളക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. മൂടി അടച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരെ വേവിക്കുക. 2 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 10 മിനിറ്റ് നേരം വയ്ക്കുക. ഇതിനിടയിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു ഗ്രൈൻഡർ ജാറിൽ 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുക്കുക. പിന്നെ വേണ്ടത് 2 വെളുത്തുള്ളി, 3 ചെറിയുള്ളി, 3 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക. ഇതുപോലെ വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കുക. പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക. ഈ സമയം നമുക്ക് കുക്കർ തുറക്കാം. എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക. എല്ലാം ഒരുമിച്ച് നന്നായി ഇളക്കുക. 1 മിനിറ്റ് നേരം വേവിക്കുക. ഇനി നേരത്തെ വേവിച്ച പയറും മത്തങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം അരപ്പും ചേർക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. തിള വരുന്നവരെ 4 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. 4 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി റെഡി. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് മത്തങ്ങ എരിശ്ശേരി ആർക്കും തയ്യാറാക്കാം. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.